എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക അരിഞ്ഞ് വെച്ച് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇതിലോട്ട് ശകലം മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെള്ളം. ഒരു മുറി സവാളയും കൂടെ ഞാൻ ഇതിനകത്ത് കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് ഈ അരപ്പെല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വെച്ചേക്കും. നമ്മുടെ പാവയ്ക്ക വറക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാൻ പോവുക. ഇത് മൂത്തിട്ട് കാണുക. നമ്മുടെ പാവയ്ക്ക ആദ്യം ഇട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനത് കോരി വെക്കാൻ പോവുക. ഞാൻ ഇതിനകത്ത് കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് വറുത്ത് അതുകൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇടാൻ പോകും. നമ്മുടെ പാവയ്ക്ക രണ്ടാമത്തെ ട്രിപ്പ് മൂത്തിട്ടുണ്ട്. പിന്നെ അതുകൂടെ കോരി ഇതിലോട്ട് ഇടുക. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ്.